So hi friends, welcome back to my channel Sims Nurses Com. നമ്മൾ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേരള MSc എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 10 ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 131, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവർ. ഓപ്ഷൻ എ portal acinus, option B hepatic lobule, option C hepatocytes, option D corpuscles. So right answer is option C hepatocytes. Okay, what is corpuscles? Corpuscles are the macrophages of liver. Okay, macrophages means which help to phagocytosis. Okay, question number 132, scrotal temperature is regulated by option A detrusor muscle, option B tunica albuginea, option C tunica vaginalis, option D dartus muscle. So right answer is option D dartus muscle. dartus muscle കൂടെ തന്നെ പാമ്പനിഫോം പ്ലെക്സസ് അതുപോലെ തന്നെ ക്രിമാസ്റ്റർ മസിൽ, ഈ മൂന്ന് ഓർഗൻസും തെർമോ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്രിമാസ്റ്റർ മസിൽ ടെസ്റ്റിസിനെ റിട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ തെർമോ റെഗുലേഷൻ spermatogenesis. Spermatogenesis means production of sperm. Okay, ഇനി പാമ്പനിഫോം പ്ലെക്സസും തെർമോ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അത് നമ്മുടെ ടെസ്റ്റിസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂൾ ചെയ്തുകൊണ്ടാണ് തെർമോ റെഗുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ക്രിപ്റ്റോർക്കോഡിസം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അൺഡിസെൻഡഡ് ടെസ്റ്റിസ്, അതായത് ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്ത് വരില്ല, ന്യൂ ബോൺസിൽ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്ത് വരാത്തൊരവസ്ഥയാണ്. ഇത് മോസ്റ്റ് കോമൺ കഞ്ചിനേറ്റൽ അബ്നോർമാലിറ്റി ഓഫ് ജെനിറ്റൽ യൂറിനറി ട്രാക്റ്റ് ആണ്. ഓക്കെ, ഇനി ഓരോ സൈറ്റ് ഉണ്ട്. ടെസ്റ്റിസ് അബ്ഡോമിനുള്ള ന്യൂ ബോൺസ് ഉണ്ട്, 15% ആണ്. ഇൻഗ്വനൽ കനാൽ 25%. അതുപോലെ തന്നെ ഹൈ സ്ക്രോട്ടത്തിലാണ് 60%. മെജോറിറ്റി ഹൈ സ്ക്രോട്ടത്തിലാണ്. ഇനി ഇതിൻ്റെ ഒരു സർജറി ഉണ്ട്. ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ഒരു സർജറി ചെയ്യുന്നുണ്ട്. അത് 6 months കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്തിന് ഇത്ര ഡിലേ ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് യൂഷ്വലി ഇറ്റ്സ് ഓൺ തന്നെ ടെസ്റ്റിസ് 6 months ഡൗൺ ആകാറുണ്ട്, ഡിസെൻഡ് ചെയ്ത് വരാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് 6 months. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 133, Brunner's gland is found in option A duodenum, option B stomach, option C jejunum, option D esophagus. So right answer is option A duodenum. Okay, duodenum നമുക്കറിയാം സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ പാർട്ടാണ്. ഡ്യൂോഡനത്തിലാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഉള്ളത്. ഡ്യൂോഡനം, ജജനം, ഇലിയം, ഇതാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ 3 പാർട്ടുകൾ. ഇത് ആൽക്കലൈൻ മ്യൂക്കസിനെ സെക്രേറ്റ് ചെയ്യിക്കുന്നു. ഡ്യൂോഡനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കലൈൻ മ്യൂക്കസിനെ സെക്രേറ്റ് ചെയ്യുകയാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 134, the extreme hypothyroidism during fetal life results in option A myxedema, option B cretinism, option C Graves' disease, option D thyrotoxicosis. So right answer is option B cretinism. It's fetal life. Okay, fetal life, option B cretinism. These both are relating to hypothyroidism and these are relating to hyperthyroidism. Okay, hypo and hyperthyroidism. ജസ്റ്റ് നോക്കിയപ്പോൾ മിക്സഡിമ കോമ ഇതൊരു സിവിയർ ഹൈപ്പോതൈറോയിഡിസം ഡിസീസ് ആണ്. ഓക്കെ, മെൻറൽ സ്റ്റാറ്റസ് ചേഞ്ച് ഉണ്ടാവും. തിന്നിങ് ഓഫ് ഹെയർ, ഹെയർ ലോസ് ഓഫ് ഐബ്രോ ഹെയർ, പഫി ഫേസ്, എൻലാർജ്ഡ് തൈറോയിഡ്, മിക്സഡിമ, ബ്രാഡിക്കാർഡിയ, പ്യൂർ അപ്പറ്റേറ്റ്, ഇതൊക്കെയാണ് മിക്സഡിമ കോമ. കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് മിക്സഡിമ എന്ന് പറയുന്നത്. ഇനി ക്രെറ്റിനിസം, ലാക്ക് ഓഫ് തൈറോസിൻ ഫ്രം ബർത്ത്. ഓക്കെ, ഫ്രം ബർത്ത് ലാക്ക് ഓഫ് തൈറോസിൻ ആണ് ക്രെറ്റിനിസം. സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവും, റെഡ്യൂസ്ഡ് ഫങ്ഷൻ ഓഫ് മെനി ഓർഗൻസ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഫങ്ഷനിങ് ഓഫ് മെനി ഓർഗൻസ് കുഡ് ബി ഫ്രം ലാക്ക് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ലാക്ക് ആവാം, അല്ലെങ്കിൽ മദർ കറക്റ്റ് തൈറോയ്ഡ് മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവില്ല. ആ ഒരു കാരണമൊക്കെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഡിസീസാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. അയഡിൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്ന 2 കണ്ടീഷൻസ് ആണ് എക്സ് ഓഫ് താൽമസ് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. എക്സ് ഓഫ് താൽമസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ബൾജിങ് ഓഫ് ഐസ് ആണ്. ഓക്കെ, ഇത് കോമൺ കോസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹീറ്റ് ഇൻടോളറൻസ് ആൻഡ് ആങ്സൈറ്റി, ഇതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ
ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാകും കേട്ടോ ഹൈപ്പർ തൈറോയിഡിസത്തിൽ. അത് ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് ഇൻടോളറൻസ് ഏതിലാണ് വരുന്നത് വെച്ചാൽ ഹൈപ്പർ തൈറോയിഡിസത്തിലാണ്. കോൾഡ് ഇൻടോളറൻസ് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് വരുന്നത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക, രണ്ടും കൂടെ പഠിച്ചാൽ എല്ലാം ഡൗട്ടായി പോകും, കൺഫ്യൂസ്ഡ് ആകും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഹീറ്റ് ആണെന്ന് ഓർക്കുക. ഇനി തൈറോടോക്സിക്കോസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് ഗ്രേവ്സ് ഡിസീസ്, ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ, ടോക്സിക് അഡിനോമ, TSH സെക്രേറ്റിംഗ് പിറ്റ്യൂട്ടറി ട്യൂമർ, ഇതെല്ലാം റീസണായിട്ട് തൈറോടോക്സിക്കോസിസ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് തൈറോക്സിൻ ആണ്. Question number 135. The enzyme present in serous secretion of saliva. Option A mucus, option B trypsin, option C chymotrypsin, option D tyalin. So right answer is tyalin. Okay. Tyalin എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം ഓഫ് സലൈവറി അമലേസ് ഉണ്ട്, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. സലൈവറി അമലേസിൻ്റെ ഒരു ഒരു ഫോമാണ് ഈ ടയാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് എൻസൈംസ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈസോഫാഗസ് അല്ലെങ്കിൽ മൗത്തിൽ സലൈവറി അമലേസ്, അത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു. ഓക്കെ, ഗ്ലൂക്കോസ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു, കാർബോഹൈഡ്രേറ്റ് ഡൈജഷനാണ്. ഇനി സ്റ്റൊമക്ക് പ്രോട്ടീസും സ്റ്റൊമക്ക് ആസിഡ്സും ഉണ്ട്. പ്രോട്ടീന് പോളിപെപ്റ്റൈഡ്സ് ആകുന്നു, പ്രോട്ടീൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. ലിവർ ബൈൽ സാൾട്സിന് ലിപ്പിഡ്സിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ പാങ്ക്രിയാസിൽ പാങ്ക്രാറ്റിക് അമലേസ്, പാങ്ക്രാറ്റിക് ലൈപ്പേസ്, എൻഡോപെപ്റ്റിഡൈസ്, ന്യൂക്ലിയേസ്, ബൈകാർബണേറ്റ് അയോൺസ്, ഇതൊക്കെ പാങ്ക്രിയാസിൻ്റെയാണ്. ഓക്കെ, ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ മെംബ്രെയിൻ ബൗണ്ട് എൻസൈം, എക്സാമ്പിൾ മാൾട്ടേസ്. ഇത് ഓർഗൻ ബേസ്ഡ് എൻസൈംസ്. ഇത് പഠിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ ആയിരിക്കും എളുപ്പം. അതിന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഡൈജഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ പഠിച്ചിരിക്കുന്നവർക്ക് ഇതായിരിക്കും എളുപ്പം. ഓക്കെ, കാർബോഹൈഡ്രേറ്റിന് സലൈവറി അമലേസ്, പാങ്ക്രാറ്റിക് അമലേസ്, മാൾട്ടേസ്, ഇത് മൂന്നുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സലൈവറി അമലേസ് സലൈവറി ഗ്ലാൻഡ്, അതായത് മൗത്തിൽ. പാങ്ക്രാറ്റിക് അമലേസ് പാങ്ക്രിയാസിൽ. മാൾട്ടേസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീൻ ഡൈജഷന് പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പെപ്റ്റിഡൈസസ്. ഓക്കെ, പെപ്സിൻ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സ്റ്റൊമക്കാണ്, ട്രിപ്സിൻ പാങ്ക്രിയാസ്, കൈമോട്രിപ്സിനും പാങ്ക്രിയാസ്, പെപ്റ്റിഡൈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി ഫാറ്റ് ഡൈജഷന് ലിപ്പൈസ്, അത് പാങ്ക്രിയാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം പാങ്ക്രാറ്റൈറ്റിസിൽ പാങ്ക്രാറ്റിക് അമൈലേസും പാങ്ക്രാറ്റിക് ലിപ്പൈസിൻ്റെ അളവ് ഹൈ ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്, ഹൈ ആയിരിക്കും. Question number 136. Inulin clearance is a measure of option A glomerular filtration rate, option B tubular secretion rate, option C tubular reabsorption rate, option D renal plasma flow rate. So right answer is option A glomerular filtration rate. What is inulin? Inulin എന്ന് പറയുന്നത് സബ്സ്റ്റൻറ്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. അങ്ങനെ ഈ സബ്സ്റ്റൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് എത്രത്തോളം ഫിൽട്ടർ ചെയ്യുന്നു, ഗ്ലോമറുലസ് അത് എത്ര ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവനുസരിച്ചിട്ടാണ് അത് ഇനുലിൻ ക്ലിയറൻസ് എത്രയുണ്ടെന്നുള്ള മെഷർ നമ്മൾ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർമൽ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 125 ml per minute. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, 135 ml per minute, അതുപോലെ തന്നെ 180 liters per day ആണ് നോർമൽ വാല്യൂ ഓഫ് GFR, ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ്. 125 ml per minute or 180 liters per day. This is a question. Question number 137. Which one of the following vitamin is synthesized by intestinal bacteria? Option A vitamin A, option B vitamin K, option C vitamin D, option D vitamin E. So right answer is option B vitamin K. Okay. ഫുഡിലൂടെയുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാക്ടീരിയാസും സിന്തസൈസ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതാണ്? ക്ലോട്ട് ചെയ്യാൻ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ കെ. ഓക്കെ, വാർഫാരിൻ്റെ ആൻറ്റിഡോട്ടാണ് വൈറ്റമിൻ കെ, വാർഫാരിൻ. Question number 138. Which one of the following is used to monitor autoclave performance? Option A Bacillus cereus, option B Bacillus
Thermophilus. Option C, Clostridium perfringens. Option D, Clostridium tetani. So right answer is autoclave performance. Option B, Bacillus thermophilus. Why? So rationale is a Bacillus thermophilus എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ് ആണ്. അതായത് ഓട്ടോക്ലേവ് എന്ന് വെച്ചാൽ നമ്മൾ 121 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. 121 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ ആണ്. 121 ഡിഗ്രി സെൽഷ്യസിലാണ് ഓട്ടോക്ലേവ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ റെസിസ്റ്റൻ്റ് ഉള്ള ബാക്ടീരിയാസ് ഈ ഓട്ടോക്ലേവ് കഴിഞ്ഞതിന് ശേഷം ഈ ഹൈ റെസിസ്റ്റൻ്റ് ബാക്ടീരിയ പ്രസൻ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ബാസിലസ് തെർമോഫിലസ് ആബ്സെൻ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി പ്യുവറാണ്, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബാസിലസ് തെർമോഫിലസിൻ്റെ പ്രസൻസ് നോക്കുന്നത്. Question number 139. If there is a delay in transport, which of the following specimen should not be refrigerated? Option A, feces. Option B, pus. Option C, urine. Option D, CSF. So right answer is option D, CSF. CSF means cerebrospinal fluid. Okay, CSF. Why? നമുക്കറിയാം CSF എന്ന് പറയുന്നത് ഒരു നല്ലൊരു കൾച്ചർ മീഡിയമാണ്. അതായത് ഒരു നോർമൽ ടെമ്പറേച്ചർ 25 to 30 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിരിക്കും നല്ലൊരു കൾച്ചർ മീഡിയമാണ്. ഫംഗിയുടെ ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് റെഫ്രിജറേറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, Question number 140. The defense mechanism where there is unconscious transformation of unacceptable impulses into exactly opposite attitudes, impulse, feelings or behaviors. Option A, repression. Option B, reaction formation. Option C, displacement. Option D, intellectualization. So right answer is unacceptable impulses into exactly opposite attitudes. Okay, opposite attitudes. So opposite reaction ഉണ്ടാക്കുന്നത്. So right answer is option B, reaction formation. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, ഓപ്പോസിറ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ അന്ന് ഞാൻ ഡിഫൻസ് മെക്കാനിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ മനസ്സിൽ നമുക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ പുറത്ത് ചിരിച്ച് കാണിക്കുന്ന ആ ഒരു അവസ്ഥയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, Question number 141. Which of the following developmental task is proposed by Erik Erikson during middle adulthood? Option A, identity versus role confusion. Option B, generativity versus stagnation. Option C, intimacy versus isolation. Option D, integrity versus despair. So right answer is option B, generativity versus stagnation. This is middle adulthood. Okay, generativity versus stagnation. നമുക്ക് സ്റ്റേജസ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻഫൻസി. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഓക്കെ, ഇൻഫൻസി. ഏർലി ചൈൽഡ്ഹുഡ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ടോഡ്ലർ. ഓക്കെ, ഏർലി ചൈൽഡ്ഹുഡ് ഓർ ടോഡ്ലർ. നമ്മൾ ടോഡ്ലർ എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇൻഫൻസി, ടോഡ്ലർ. ഇനി പ്രീ സ്കൂൾ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സ്കൂൾ ഏജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. Adolescence, identity versus role confusion. Young adulthood, intimacy versus isolation. Middle adulthood, generativity versus stagnation. And maturity, ego, integrity versus despair. Okay, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ടോഡ്ലറിൽ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് സ്കിൽ ഫോർ പ്രീ സ്കൂൾ. സ്കൂൾ ഏജ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. അഡോളസെന്റ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ. മെച്യൂരിറ്റി അതായത് അഡൾട്ട്ഹുഡിൽ ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. Question number 142. The sociogram technique is used to study option A, vocational interest. Option B, professional competence. Option C, human relations. Option D, achievement motivation. So right answer is option C, human relation. Okay,
സോഷ്യോഗ്രാം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് തമ്മിലുള്ള റിലേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോഗ്രാം. ക്വസ്റ്റ്യൻ നമ്പർ 143. Which one is not a basis for natural inequality? Option A, race. Option B, education. Option C, color. Option D, gender. So right answer is not a basis for natural inequality. Race, color, gender, they are natural inequality, using for natural inequality. So right answer is option B, education. Question number 144. A nurse to family member, it sounds like you are really afraid of what might happen to your husband. This statement reflects option A, respect. Option B, sympathy. Option C, empathy. Option D, trust. So right answer is option B, sympathy. Okay. Sympathy means feeling of pity and sorrow for someone else's misfortune. Okay. അതായത് ഫീലിംഗ് ഓഫ് അതേഴ്സ്, മറ്റൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ സാന്ത്വനിപ്പിക്കുന്നത് സിമ്പതി. ഓക്കെ. ഇനി മറ്റൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്ന് അല്ലെങ്കിൽ അവരുടെ ദുഃഖം നമ്മുടേതായിട്ട് എടുത്ത് ആ ഒരു ഫീലിംഗ് ഫോർ അതേഴ്സ്, ആ ഒരു ഇതിന് എമ്പതി എന്നാണ് പറയുന്നത്. ഓക്കെ. സിമ്പതി ആൻഡ് എമ്പതി. ഒരു നേഴ്സിന് വേണ്ടത് സിമ്പതിയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആണത്. ഒരു നേഴ്സിന് വേണ്ടത് സിമ്പതിയാണ്. Question number 145. The client's arterial blood gas analysis shows pH 7.32, PaCO2 58, HCO3 32. The client experiencing which acid-base imbalance? Option A, respiratory alkalosis. Option B, metabolic acidosis. Option C, respiratory acidosis. Option D, metabolic alkalosis. So right answer is, so ഇവിടെ pH 7.32 ആണ്. അപ്പോൾ അസിഡോസിസ് ആണ്. pH ഹൈ ആകുമ്പോൾ ആൽക്കലോസിസ്, നോർമലിനേക്കാൾ ഹൈ ആകുമ്പോൾ ആൽക്കലോസിസും നോർമലിന് ബിലോ ആകുമ്പോൾ അസിഡോസിസ് ആണ്. അപ്പോൾ pH ലോ ആണ് ഇവിടെ. സോ അസിഡോസിസ്. ഇനി PaCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആണ്. 35 to 45 ആണ് നോർമൽ. അപ്പോൾ ഇവിടെ ഹൈ ആണ്. അപ്പോൾ റെസ്പിറേറ്ററി ആണ്. റെസ്പിറേറ്ററി റിലേറ്റിംഗ് ടു റെസ്പിറേറ്ററി ആണ്. ഓക്കെ. റെസ്പിറേറ്ററി ആണ്. ഇനി അപ്പോൾ റെസ്പിറേറ്ററി acidosis. So right answer is option C, respiratory acidosis. നമുക്ക് ഇതിൻ്റെ ടേബിൾ ഒന്ന് നോക്കാം. Normal values pH 7.35 to 7.45. Okay, pH normal 7.35 to 7.45. Partial pressure of oxygen 80 to 100. Partial pressure of carbon dioxide 35 to 45. HCO3 22 to 28. ഓക്കെ, ഇത്രയും നോർമലാണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി നമ്മൾ pH കൂടുന്ന അവസ്ഥ ആൽക്കലോസിസും pH കുറയുന്ന അവസ്ഥ അസിഡോസിസും ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. pH കുറയുമ്പോൾ അസിഡോസിസും pH കൂടുമ്പോൾ ആൽക്കലോസിസും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ബൈകാർബണേറ്റ് മെറ്റബോളിക്കുമാണ് റിലേറ്റ് ചെയ്തതെന്ന് പഠിച്ചു വയ്ക്കുക. ഈസി വേ ആണ് പറഞ്ഞിരുന്നത്. pH ABG അനാലിസിസ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഈസി വേ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി ആണെന്ന് പഠിച്ചു വയ്ക്കുക. ബൈകാർബണേറ്റ് മെറ്റബോളിക് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. വൺസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആസിഡോസിസ് ആണ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആസിഡോസിസ് ആണ്. ഇനി ബൈകാർബണേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ആൽക്കലോസിസ് ആണ്. ഓക്കെ. ബൈകാർബണേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൽക്കലോസിസ്. ഓക്കെ. റെസ്പിറേറ്ററി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് ഇൻക്രീസ് ആണ്. റെസ്പിറേറ്ററി കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ ഇൻക്രീസ് ആണ്. pH ലെവലും ഇൻക്രീസ് ആണെങ്കിൽ അതെന്താണ് കണ്ടീഷൻ? റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. ഓക്കെ. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, ബൈകാർബണേറ്റ് മെറ്റബോളിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റേസ് ആവുകയും ഫാൾ ആവുകയും ചെയ്യുന്നതെങ്കിൽ അത് റെസ്പിറേറ്ററി ആണ് കണ്ടീഷൻ. അതിൻ്റെ കൂടെ pH ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കുക. അപ്പോൾ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് കിട്ടും. ഇനി ബൈകാർബണേറ്റ് ആണ് ഹൈയോ ലോ എങ്കിൽ അത് മെറ്റബോളിക് ആണ് കണ്ടീഷൻ. ഇനി അതിന് pH ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കുമ്പോൾ മെറ്റബോളിക് ആസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈസിയാണ്. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇത്ര കാര്യമേ ഉള്ളൂ.
ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. മെറ്റബോളിക് അസിഡോസിസ് ആകുമ്പോൾ pH ലോ ആയിരിക്കും, ബൈകാർബണേറ്റ് ലോ ആയിരിക്കും. ഓക്കെ, ബൈകാർബണേറ്റ് എപ്പോഴും ആൽക്കലൈൻ ആണ്. അപ്പോൾ ബൈകാർബണേറ്റ് കൂടുമ്പോൾ ആൽക്കലൈൻ നേച്ചർ കൂടുമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആൽക്കലോസിസ് കിട്ടും. ഓക്കെ, ഇനി COPD കണ്ടീഷൻസിൽ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. COPD, ആസ്മ അതുപോലുള്ള കണ്ടീഷൻസിൽ റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. ഇനി ABG അനാലിസിസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അലൻസ് ടെസ്റ്റ്. നമ്മൾ അലൻസ് ടെസ്റ്റ് കൊലാറ്ററൽ സർക്കുലേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ABGക്ക് തൊട്ട് മുന്നേ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, റേഡിയൽ ആർട്ടറി അൾനാർ ആർട്ടറി രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം അൾനാർ ആർട്ടറി റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസ്റ്റൽ എൻഡിലേക്ക് ഫിംഗേഴ്സിലേക്ക് ബ്ലഡ് സപ്ലൈ ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നോക്കുന്നു. അതാണ് അലൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 146. Dryness of mouth resulting from salivary gland dysfunction. Option A xerostomia, option B chelosis, option C stomatitis, option D dehydration. So right answer is option A xerostomia. This one is healthy and this one is dry. Xerostomia. Okay. Question number 147. A nurse is performing CPR on an adult patient. The chest compression should be option A 3/4 to 1 inch, option B 1/2 to 3/4 inch, option C 1.5 to 2 inch, option D 2.5 to 3 inch. So right answer is option C 1.5 to 2 inches. Okay. ഈ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ 1/3 ഓഫ് AP ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ഓഫ് ചെസ്റ്റ്. ആൻഡ്രോ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബാക്ക് ആ ഒരു ഡയമീറ്ററിൻ്റെ 1/3 കംപ്രസ് ചെയ്യണമെന്നാണ്. ഇനി ചെസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ള 100 to 120 per minute ആണ്. ഓക്കെ, ഇനി കംപ്രഷൻ റേഷ്യോ 30:2 ആണ്. 30:2 ആണ് കംപ്രഷൻ റേഷ്യോ. പിന്നെ ചെക്ക് ചെയ്യുന്നത് സർക്കുലേഷൻ, എയർവേ, ബ്രീത്തിങ് എന്നുള്ളൊരു പാറ്റേൺ ആണ്. CAB, CAB. Okay. Question number 148. The client has an order of 2 tablespoons of milk of magnesia. The nurse converting this to metric system. Option A 10 ml, option B 15 ml, option C 30 ml, option D 20 ml. So right answer is option C 30 ml. So 1 teaspoon equal to 5 ml. 1 tablespoon is equal to 15 ml. Okay, ഇവിടെ 2 tablespoon ആണ് പറഞ്ഞത്. 2 into 15, so 30 ml. Okay. Question number 149. Some diuretics cause excessive amount of electrolytes to be excreted. Which electrolyte is most often associated with the diuretics? Option A sodium, option B potassium, option C chloride, option D bicarbonate. So right answer is ഓപ്ഷൻ ബി പൊട്ടാസ്യം. പൊട്ടാസ്യം ആണ് ഏറ്റവും കൂടുതൽ ഡയറോട്ടിക്സിൽ എലിമിനേറ്റ് ആയി പോകുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കിയപ്പോൾ ഡയറോട്ടിക്സിൻ്റെ ഫസ്റ്റ് ഹൈ എഫിഷ്യൻസി ഡയോറിറ്റിക്സ് സൾഫോണൈൽ ഡെറിവേറ്റീവ്സ് ആണ്. അത് ഫ്രോസിമേറ്റ്, അതായത് നമ്മുടെ ലാസിക്സ്. ഓക്കെ, ലാസിക്സ് ഡയറോട്ടിക്സ് നോക്കി വയ്ക്കുക. ഇനി മീഡിയം എഫിഷ്യൻസി ഡയറോട്ടിക്സ്, അതിനകത്ത് തയസൈഡ്സ് വരും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോർതയസൈഡ് ആണ്. ഓക്കെ, ഇനി വീക്ക് ഓർ അഡ്ജങ്ക്റ്റീവ് ഡയറോട്ടിക്സിൽ കാർബോണിക് അൻഹൈഡ്രേറ്റസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അസെറ്റസോളമൈഡ്. അതുപോലെ തന്നെ പൊട്ടാസ്യം സ്പെയറിൻ ഡയറോട്ടിക്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഫ്രൂസിമൈഡ് ഇമ്പോർട്ടൻറ്റ്. പൊട്ടാസ്യം സ്പെയറിൻ ഡയറോട്ടിക്സ് സ്പൈറനോലാക്ടോൺ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പൊട്ടാസ്യം സ്പെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇഷ്യൂ വരുന്ന പേഷ്യൻ്റ്, ഇപ്പോൾ ഒരു ഡയറോട്ടിക്സ് എക്സസീവ് പൊട്ടാസ്യം ലോ ആയിട്ട് വരുന്ന പേഷ്യൻറ്റ് നമ്മൾ പിന്നെ പൊട്ടാസ്യം സ്പെയറിൻ ഡയറോട്ടിക്സേ കൊടുക്കാവും. ഓക്കെ, പൊട്ടാസ്യത്തിനെ സ്പെയർ ചെയ്തിട്ട് ബാക്കി യൂറിൻ ഔട്ട്പുട്ടിലൂടെ കളയുന്നത്. ഇനി അതുപോലെ വരണമാണ് അമിലോറൈഡ്, സ്പൈറനോലാക്ടോൺ ആസ് വെൽ എസ് അമിലോറൈഡ്. ഓക്കെ, അമിലോറൈഡും പൊട്ടാസ്യം സ്പെയറിംഗ് ആണ്. ഇനി ഓസ്മോട്ടിക് ഡയറോട്ടിക്സ് മാനിറ്റോൾ ആണ്. ഓസ്മോട്ടിക് ഡയറോട്ടിക് മാനിറ്റോൾ നമ്മൾ ഓസ്മോട്ടിക് ഡയറോട്ടിക്സ് മാനിറ്റോൾ ആണ്. മാനിറ്റോൾ നമ്മൾ ICPക്ക് കൊടുക്കുന്നത് മാനിറ്റോൾ ആണ്. ഓക്കെ, ICP ഇൻട്രാക്രൈനൽ പ്രഷർ കൂടുന്ന സമയത്ത് എഡിമ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനിറ്റോളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മാനിറ്റോൾ റണ്ണിങ് ആയിരിക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് യൂറിൻ ഔട്ട്പുട്ടാണ് മോണിറ്റർ ചെയ്യാനുള്ളത്. ഓക്കെ,
Next question number 150. A staff nurse is explaining about the mammography screening to a patient who is reluctant to have a diagnostic test. Which level of prevention is this? Option A primary, option B secondary, option C primordial, option D tertiary. So right answer is option B secondary prevention. Okay, നമുക്ക് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൈമോഡിയൽ, പിന്നെ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ഓക്കെ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഡയറ്റ് മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷൻ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിലുള്ള ഒരാൾ ഡയറ്റ് മാനേജ് ചെയ്ത് ഹൈപ്പർ ടെൻഷൻ വരാതെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷനിലുള്ളതാണ്. ഇനി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസീസ് ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ വാക്സിനേഷൻ അതുപോലുള്ളത് കൊടുത്ത് പ്രൈമറി പ്രിവെൻഷൻ ചെയ്യുന്ന ഒരു ഡിസീസ് വരാതെ. ഓക്കെ, ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ മാമോഗ്രഫി എന്ന് പറഞ്ഞൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അതിനെ ചെയ്ത് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്നുള്ളതിനെ ട്രീറ്റ് ചെയ്യുന്നൊരു ഏർലി ഡയഗ്നോസ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക.